ഹലോ ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമുക്കൊന്ന് NH-66 ആലപ്പുഴ ഭാഗത്തുള്ള ലേഡി സബ്മിഷൻ ഒന്ന് പാക്കലാം. അപ്പോൾ നമ്മുടെ വീഡിയോ നമുക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പം നമുക്ക് NH-66 കുറച്ച് ഡീറ്റെയിൽസ് കേൾക്കാം. ദേശീയപാത 66 സാധാരണയായി NH-66, പഴയ NH-17, NH-47 ഒരു ഭാഗം എന്നറിയപ്പെടുന്നു. 1. മിക്കവാറും 4 വരി 1640 കിലോമീറ്റർ 1020 മൈൽ നീളമുള്ള തിരക്കേറിയ ദേശീയപാതയാണ്. ഇത് ഏകദേശം വടക്ക് തെക്ക് ഭാഗത്തേക്ക് പോകുന്നു. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരം പശ്ചിമഘട്ടത്തിന് സമാന്തരമായി മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന ഇത് ബോംബെ, മുംബൈയുടെ തെക്ക് ഭാഗത്തുള്ള പൻവേലിനെ കേപ്പ് കൊമോറിൻ, കന്യാകുമാരിയിലേക്ക് ബന്ധിപ്പിക്കുന്നു. കർണാടകയിൽ ഹൈവേ ഒരു വലിയ നവീകരണത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അവിടെ സംസ്ഥാന സർക്കാർ NHAIയുടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അഭ്യർത്ഥന അംഗീകരിച്ചു. ഗ്രേഡ് സെപ്പറേറ്ററുകളുള്ള 60 മീറ്റർ വീതിയുള്ള ദേശീയപാത 2 ഗോവ അതിർത്തി കാർവാറിന് സമീപം മുതൽ കേരള അതിർത്തി തലപ്പാടിക്ക് സമീപം വരെയുള്ള പൂർണ്ണമായ ഭാഗം 4 വരിയായി വികസിപ്പിക്കുന്നു. ഭാവിയിൽ 6 വരിയായി വികസിപ്പിക്കാൻ സൗകര്യമുണ്ട്. 3. ഇടുങ്ങിയ സ്ഥലത്തിനായി ഭൂമി നഷ്ടപ്പെടുന്ന ജനങ്ങളിൽ നിന്ന് പ്രതിഷേധമുയർന്നിരുന്നു. എന്നാൽ പ്രതിഷേധം കർണാടക സർക്കാർ ഗൗനിച്ചിട്ടില്ല. 6 ലൈൻ ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കലും ടെൻഡർ നടപടികളും കേരളത്തിൽ പൂർത്തിയായി. പുതിയ ബൈപ്പാസ് പ്രവൃത്തികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഉയർന്ന ജനസാന്ദ്രതയും ഉയർന്ന ഭൂമിയുടെ വിലയും കണക്കിലെടുത്ത് കേരളത്തിൽ ദേശീയപാത 45 മീറ്റർ വീതിയിലും 6 വരിയിലുമായിരിക്കും. ഗോവയിലും സമാനമായ അലൈൻമെന്റ് ഉണ്ടാകും. കർണാടക, മഹാരാഷ്ട്ര വിഭാഗങ്ങൾക്ക് 60 മീറ്റർ വീതിയുണ്ടാകും. മഹാരാഷ്ട്ര ഭാഗം 4 വരിപ്പാതകളുള്ള ഒരു ഫ്ലെക്സിബിൾ നടപ്പാത അസ്ഫാൾട്ട് റോഡാക്കി മാറ്റും. 4, 5, 6 ഇന്ത്യൻ നാഷണൽ എക്സ്പ്രസ്വേ ശൃംഖലയുടെ ഭാഗമായി മംഗലാപുരം, കാർവാർ, പനാജി തുറമുഖ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ഗ്രീൻഫീൽഡ്, അതായത് പുതിയതും സമാന്തരവുമായ ആക്സസ് നിയന്ത്രിത എക്സ്പ്രസ് വേ ഇടനാഴി ഇന്ത്യൻ ഗവൺമെന്റ് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം നിർദ്ദേശിച്ചു. 7. ഈ എക്സ്പ്രസ് വേ NH-66 സമാന്തരമായിരിക്കും. പ്രധാനമായും തീരദേശ കർണാടകയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് 6/8 ലൈൻ ആക്സസ് നിയന്ത്രിത 3D റൈറ്റ് ഓഫ് വേ രൂപകൽപ്പന ചെയ്ത എക്സ്പ്രസ് വേ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. National Highway 66, commonly referred to as New Hampshire 66, erstwhile New Hampshire 17 and a part of New Hampshire 47, 1, is a mostly 4-lane 1,640 kilometers 1020 miles long busy national highway that runs roughly north-south along the western coast of India, parallel to the Western Ghats. It connects Panvel, a city south of Bombay, Mumbai, to Cape Comorin, Kanyakumari, passing through the states of Maharashtra, Goa, Karnataka, Kerala and Tamil Nadu. The highway is undergoing a major overhaul in Karnataka, where the state government has accepted the NHAI's request of international standard. 60-meter wide national highway with grade separators. 2. The complete stretch from the Goa border, near Karwar, to the Kerala border, near Talapady, is being widened to 4 lanes, with space to accommodate future expansion to 6 lanes. 3. There were protests from the people, who will lose lands, for a narrower stretch. But the Karnataka government has not heeded to the protests. Land acquisition and tendering process for 6-lane national highway finished in Kerala. New bypass works have already been kick-started. Owing to higher density of population and high land value, national highway will be 45-meter width, 6-lane in Kerala. Goa also will have a similar alignment. Karnataka and Maharashtra sections will have 60-meter width. The Maharashtra section will be converted into a flexible pavement, asphalt road with 4 lanes. 4, 5, 6. The Ministry of Road Transport and Highways. Government of India has proposed a greenfield, i.e., new and parallel, access-controlled expressway corridor connecting the port cities of Mangalore, Karwar, Panaji as part of the Indian National Expressway Network. 7. This expressway will be parallel to New Hampshire 66 and will be mainly located in coastal Karnataka. It is expected to be a 6/8 lane access-controlled 3D right-of-way designed expressway. राष्ट्रीय राजमार्ग 66, जिसे आमतौर पर NH-66, तत्कालीन NH-17 और NH-47 का एक हिस्सा कहा जाता है, 1. ज्यादातर 4 लेन 1640 किलोमीटर 1020 मील लंबा व्यस्त राष्ट्रीय राजमार्ग है जो मोटे तौर पर उत्तर दक्षिण में चलता है। भारत का पश्चिमी तट, पश्चिमी घाट के समानांतर, यह महाराष्ट्र, गोवा, कर्नाटक, केरल और तमिलनाडु राज्यों से गुजरते हुए बॉम्बे, मुंबई के दक्षिण में एक शहर पनवेल को केप कोमोरिन, कन्याकुमारी से जोड़ता है।
कर्नाटक में राजमार्ग में बड़े पैमाने पर बदलाव का काम चल रहा है, जहां राज्य सरकार ने अंतर्राष्ट्रीय मानक ग्रेड सेपरेटर के साथ 60 मीटर चौड़े राष्ट्रीय राजमार्ग के NHAI के अनुरोध को स्वीकार कर लिया है। 2. गोवा सीमा कारवार के पास से केरल सीमा तलापादी के पास तक के पूरे हिस्से को 4 लेन तक चौड़ा किया जा रहा है, जिसमें भविष्य में 6 लेन के विस्तार को समायोजित करने के लिए जगह होगी। 3. लोगों की ओर से विरोध प्रदर्शन हो रहे थे, जो एक संकीर्ण हिस्से के लिए अपनी जमीन खो देंगे, लेकिन कर्नाटक सरकार ने विरोध पर ध्यान नहीं दिया है। केरल में 6 लेन राष्ट्रीय राजमार्ग के लिए भूमि अधिग्रहण और निविदा प्रक्रिया समाप्त हो गई। नए बाईपास का काम पहले ही शुरू हो चुका है। जनसंख्या के उच्च घनत्व और उच्च भूमि मूल्य के कारण केरल में राष्ट्रीय राजमार्ग 45 मीटर चौड़ा 6 लेन होगा। गोवा में भी ऐसा ही अलाइनमेंट होगा। कर्नाटक और महाराष्ट्र खंड की चौड़ाई 60 मीटर होगी। महाराष्ट्र खंड को 4 लेन वाली लचीली फुटपाथ डामर सड़क में परिवर्तित किया जाएगा। 4, 5, 6 सड़क परिवहन और राजमार्ग मंत्रालय भारत सरकार ने भारतीय राष्ट्रीय एक्सप्रेसवे नेटवर्क के हिस्से के रूप में मैंगलोर कारवार पणजी के बंदरगाह शहरों को जोड़ने वाले एक ग्रीनफील्ड यानी नया और समानांतर एक्सेस नियंत्रित एक्सप्रेसवे कॉरिडोर प्रस्तावित किया है। 7. यह एक्सप्रेसवे NH 66 के समानांतर होगा और मुख्य रूप से तटीय कर्नाटक में स्थित होगा। ये 6/8 लेन का एक्सेस नियंत्रित 3D राइट ऑफ वे डिजाइन वाला एक्सप्रेसवे होने की उम्मीद है। தேசிய நெடுஞ்சாலை 66 பொதுவாக NH 66 என குறிப்பிடப்படுகிறது. முன்னதாக NH-17 மற்றும் NH-47 இன் ஒரு பகுதி 1 பெரும்பாலும் 4 பாதை 1640 கிலோமீட்டர் 1020 மைல்கள் நீளமான பிஸியான தேசிய நெடுஞ்சாலையாகும். இது வடக்கே தெற்காக சுமார் இந்தியாவின் மேற்கு கடற்கரை மேற்கு தொடர்ச்சி மலைகளுக்கு இணையாக மகாராஷ்டிரா, கோவா, கர்நாடகா, கேரளா மற்றும் தமிழ்நாடு ஆகிய மாநிலங்கள் வழியாக பம்பாய்க்கு மும்பை தெற்கே உள்ள கேப் கோமோரின் கன்னியாகுமரி நகரத்தை இது இணைக்கிறது. தேசிய நெடுஞ்சாலையின் சர்வதேச தரம் 60 மீட்டர் அகலம் கொண்ட தேசிய நெடுஞ்சாலையை கிரேடு பிரிப்பான்கள் கொண்ட தேசிய நெடுஞ்சாலையின் கோரிக்கையை மாநில அரசு ஏற்று கர்நாடகாவில் நெடுஞ்சாலை ஒரு பெரிய மாற்றத்திற்கு உட்பட்டுள்ளது. 2. கோவா எல்லையில் இருந்து கார்வார் அருகே கேரள எல்லை வரை தலப்பாடிக்கு அருகில் முழு நீளம் 4 வழிச்சாலையாக விரிவுபடுத்தப்பட்டு எதிர்காலத்தில் 6 வழிச்சாலையாக விரிவாக்கம் செய்ய இடமளிக்கப்படுகிறது. 3. குறுகிய பகுதிக்கு நிலங்களை இழக்கும் மக்கள் எதிர்ப்பு தெரிவித்தனர். ஆனால் கர்நாடக அரசு இந்த போராட்டத்தை கண்டுகொள்ளவில்லை. கேரளாவில் 6 லேன் தேசிய நெடுஞ்சாலைக்கான நிலம் கையகப்படுத்துதல் மற்றும் டெண்டர் விடுதல் ஆகிய பணிகள் நிறைவடைந்துள்ளன. புதிய புறவழிச்சாலை பணிகள் ஏற்கனவே துவக்கப்பட்டுள்ளன. அதிக மக்கள் தொகை அடர்த்தி மற்றும் அதிக நில மதிப்பு காரணமாக கேரளாவில் தேசிய நெடுஞ்சாலை 45 மீட்டர் அகலத்தில் 6 வழிச்சாலையாக இருக்கும். கோவாவிலும் இதே போன்ற சீரமைப்பு இருக்கும். கர்நாடகா மற்றும் மகாராஷ்டிரா பிரிவுகளில் 60 மீட்டர் அகலம் இருக்கும். மகாராஷ்டிரா பகுதி 4 வழிச்சாலையுடன் கூடிய நெகிழ்வான நடைபாதை நிலக்கீழ் சாலையாக மாற்றப்படும். 4, 5, 6 இந்திய அரசின் சாலை போக்குவரத்து மற்றும் நெடுஞ்சாலைகள் அமைச்சகம் மங்களூர், கார்வார், பனாஜி ஆகிய துறைமுக நகரங்களை இந்திய தேசிய விரைவு சாலை வலையமைப்பின் ஒரு பகுதியாக இணைக்கும் கிரீன்ஃபீல்ட் அதாவது புதிய மற்றும் இணையான அணுகல் கட்டுப்பாட்டு விரைவு சாலை வழித்தடத்தை முன்மொழிந்துள்ளது. 7. இந்த அதிவேக நெடுஞ்சாலை NH-66க்கு இணையாக இருக்கும் மற்றும் முக்கியமாக கடலோர கர்நாடகாவில் அமையும். இது 6 கீழ் 8 பாதை அணுகல் கட்டுப்படுத்தப்பட்ட 3D வலதுபுறம் வடிவமைக்கப்பட்ட அதிவேக நெடுஞ்சாலையாக இருக்கும் என்று எதிர்பார்க்கப்படுகிறது.
ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് NH66 ലേറ്റസ്റ്റ് അപ്ഡേഷനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ആലപ്പുഴ ബൈപ്പാസിൻ്റെ എൻ ഭാഗത്താണ്, നമ്മുടെ കൊല്ലം തിരുവനന്തപുരം പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അപ്ഡേഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് എന്തൊക്കെ ആയിട്ടുണ്ട്. ഹൈ ഗ്രൈൻഡറിൻ്റെ വർക്ക് നടക്കുന്നുണ്ടെന്നോ ഈ കാണുന്നത്. എന്തായാലും അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല, അത് നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ ആലപ്പുഴ തുടങ്ങി നമ്മൾ എറണാകുളം വരെയുള്ള അപ്ഡേഷനാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് നേരെ കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ പാக்கலாம். എന്തായാലും ഈ റോഡ് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ നാട് വേറെ ലെവലായിരിക്കോട്ടെ. കേരളത്തിൽ ഏകദേശം 600 കിലോമീറ്റർ മേലെ പോകുന്ന റോഡാണ്, ആരോഗ്യപാതയാണ്. എന്തായാലും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ ചാനൽ എന്തായാലും ഉണ്ടാവും. പിന്നെ മാക്സിമം നമ്മൾ തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ വന്നേക്കണ ബൈക്കിനാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വണ്ടിയിലാണ് നമ്മൾ വന്നത്. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ ആലപ്പുഴ എൻഡിൽ നിന്ന് നമുക്ക് എറണാകുളത്തേക്കുള്ള അപ്ഡേഷൻ കാണാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴയുടെ ഹെഡ് സൈഡിൽ നിന്ന് നേരെ എറണാകുളം ഭാഗത്തോട്ട് പോകുന്ന റോഡിലാണ്. ആക്ച്വലി ലെഫ്റ്റ് സൈഡിലുള്ള NH66 വർക്ക് നമുക്കൊന്ന് ചില ഭാഗത്ത് കാണാൻ പറ്റും. അപ്പം നമ്മളിതാ നമ്മുടെ ആലപ്പുഴ ബൈപ്പാസായ 7 കിലോമീറ്ററിലേക്കുള്ള ഫ്ലൈ ഓവർ ഇവാലുവേറ്റഡ് ഹൈവേയിലോട്ട് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചയും പിന്നെ മനോഹരമായ ദൃശ്യങ്ങളൊന്നും കാണാം. എന്തായാലും ഈ പണിത നമ്മളിപ്പോൾ കയറുന്ന ആലപ്പുഴ ബൈപ്പാസ് ഏകദേശം 40 കൊല്ലം എടുത്ത് കംപ്ലീറ്റ് ആകാനായിട്ട്. 40 കൊല്ലം. എന്നാൽ അപ്പുറത്ത് വരുന്ന പാലം മിക്കവാറും ഒരു 3-4 കൊല്ലത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു 40-50% വരെ വർക്ക് ഇപ്പോൾ ആകുന്നുണ്ട്. നല്ല റാപ്പിഡ് വേഗത തന്നെയാണ് ആ പോകുന്നത്. എന്തായാലും NH66 ഇത്തിരി നേരത്തെ ഇത് ചെയ്തിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു. കാരണം ഈ പാലം വന്നിട്ട് പോലും ഇവിടെ യാതൊരു ട്രാഫിക് ബ്ലോക്കിന് യാതൊരു ശമനവും ഉണ്ടാവുന്നില്ല. ശരിക്കും അതാണ് യാഥാർത്ഥ്യം. നോക്കിയാൽ ലെഫ്റ്റ് സൈഡ് കണ്ട ആ ആലപ്പുഴയിലേക്കുള്ള ബീച്ച് റോഡാണ് കാണുന്നത്. ഇപ്പോൾ കുറച്ച് ഭാഗമൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുമുണ്ട്. എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ. ഇതെന്തായാലും റാപ്പിഡ് വേഗത്തിൽ തന്നെ ഇത് കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും 2027 തന്നെ NH66 കംപ്ലീറ്റ് ആയാൽ അടിപൊളിയായിരിക്കും. അപ്പം നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആലപ്പുഴ ബീച്ചിൻ്റെ കുറച്ച് വ്യൂസാണ്. ഒരു രക്ഷയില്ല, പൊളി എന്ന് പറഞ്ഞാൽ പൊളി വ്യൂസ് തന്നെയായിരുന്നു. കണ്ട ഇവിടെ ചില ഭാഗത്തൊക്കെ പില്ലറായിട്ടുണ്ട്, ഹൈ ഗ്രൈൻഡറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അത് കാരണം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ ഈ വർക്ക് കംപ്ലീറ്റ് ആകണം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇപ്പം നോക്കുമ്പോൾ തന്നെ ബീച്ചിൻ്റെ വ്യൂസ് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ക്യാമറയിൽ അത് അത്രമാത്രം ക്ലിയർ ആകുന്നില്ല. അപ്പം നമ്മൾ ഈ പാർട്ട് വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ.